പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിൽ 19-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വർഷത്തിനുള്ള ഫീസ് അങ്ങനെ കണക്കില കുഞ്ഞിനെ അവിടെ അഡ്മിഷൻ എടുത്ത് ഫിസിക്കലി പാസ്സായി. അങ്ങനെ അവൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലാതെ പോകുമായിരുന്നു. ഇയാൾ അതുകൂടാതെ ഈ പല പിള്ളേരെയും റേറ്റിങ്ങിനൊക്കെ റൂമിലേക്ക് വിളിക്കുക, വേറെ ഹോട്ടൽ മുറികളിൽ റൂം എടുത്തിട്ട് ഡേറ്റിങ്ങിന് വരുന്നു. പ്രദീപ് ജി അടൂർ ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ട് റവന്യൂ ടവറി, അയാള് ആർമിയുടെ ഉദ്യോഗസ്ഥനെ, എവിടെ എന്തും അയാൾക്ക് പവർ ഉണ്ടെന്നുള്ളതില്ല. മോള് പറയുന്നത് അമ്മയെ പലരെ ഇതുപോലെ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പിള്ളേരെ എല്ലാം ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്, എന്നോടും പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സാറേ അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഇവളോട് പറഞ്ഞു, നീ ക്ലാസ്സിന് വരണ്ട, നിൻ്റെ അമ്മയോട് എന്നെ വിളിക്കാൻ പറയുന്നു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇയാൾക്കൊരു ഫോണ് വാട്സപ്പ് ഉള്ളത് എടുത്തുകൂടെ? ഞാൻ ചോദിച്ചാൽ സാറിന് എന്താ കാര്യം, എന്താ? എനിക്ക് സംസാരിക്കാൻ സാധാരണ ഒരു ഫോൺ മതി, എനിക്ക് വേറെ വാട്സപ്പുള്ള ഫോൺ വേണ്ട. ഈ കുട്ടികളുടെ അമ്മമാരുടെ എല്ലാം വാട്സപ്പ് ഫോണിൽ കൂടി ഇയാൾ ചാറ്റിങ്. കുഞ്ഞുങ്ങളെന്നോ വലിയവരെന്നോ ഇയാൾക്ക് തിരിവില്ല. ഇയാൾക്ക് ഏതൊരു വ്യക്തിയായാലും സ്ത്രീ എന്നൊരു പടം കണ്ടാൽ മാത്രം മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകം കാരണം തന്നെ എൻ്റെ കുഞ്ഞ് പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണോ? അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്, എൻ്റെ കുഞ്ഞ് ഇനി ഈ ലോകത്തിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരാ രക്ഷിതാക്കൾക്ക് ഈ ഗതി വരല്ലേ. വിശദാംശങ്ങളുമായി നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, എപ്പോഴാണ് ഗായത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്താണ് കുടുംബം പറയുന്നത്? പോലീസ് അന്വേഷണം ആരംഭിച്ചോ? ഇന്ന് ഉച്ചയോടെയാണ് പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഗായത്രിയെ കണ്ടെത്തുന്നത്. അതിനെ തുടർന്ന് പോലീസ് എത്തി മൃതദേഹം കോന്നി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷമാണ് കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. അതിൽ നിന്നാണ് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുട്ടിയുടെ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഗ്നിവീർ ജോലിക്ക് പ്രവേശിക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി അടൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കായിക പരിശീലന സ്ഥാപനത്തിൽ പരിശീലനം നടത്തി വരികയായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ തലവനായിട്ടുള്ള മുൻ സൈനിക ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തിയ വ്യക്തി നിരന്തരം കുട്ടികളെ മാനസിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടികളോട് വളരെ മോശമായി സംസാരിച്ചിരുന്നുവെന്നും കുട്ടിയുടെ രക്ഷിതാക്കളോട് ഉൾപ്പെടെ മോശമായി സംസാരിച്ചിരുന്നുവെന്നും ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. ഇത്തരത്തിൽ മൊബൈൽ വഴിയും ഒക്കെ തന്നെ പെൺകുട്ടികളോട് മോശമായി സംസാരിച്ചിരുന്നുവെന്നും പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു. ഏതായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ആരോപണത്തിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം അന്വേഷണം നടത്തി വരികയാണ്. നിലവിൽ കോന്നി താലൂക്ക് ആശുപത്രി മോർച്ചറിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബത്തിന് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം പെൺകുട്ടിയുടെ അച്ഛൻ നിലവിൽ ഗോവയിൽ ജോലി സംബന്ധമായ കാര്യത്തിനായി ഗോവയിലേക്ക് പോയിരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ ഡ്രൈവറാണ്. അപ്പോൾ അച്ഛൻ മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര നടപടികളൊക്കെ തന്നെ ഉണ്ടാവുക. ഏതായാലും പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് പോലെ ഈ പറയുന്ന കായികാധ്യാപകരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ് നിലവിൽ.